ഡയബറ്റിക് അതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡയബറ്റിക് എന്ന് പറഞ്ഞൊരു പ്രോബ്ലംസ് ഒരു ശരീരത്തിൽ വരുന്നത് ഓൾറെഡി നമ്മൾ എന്താ പറയുക, പ്രത്യേകിച്ച് മലയാളീസ് അതല്ലെങ്കിൽ മനുഷ്യരെല്ലാവരും നമ്മൾ 3 നേരം ഫുഡ് കഴിക്കുന്ന ആളുകളാണ്. മോർണിംഗ്, അതുപോലെ ഉച്ചക്ക്, അതുപോലെ രാത്രിയിൽ, രാവിലെ ഉച്ചക്കും രാത്രിയിലും ഫുഡ് കഴിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതലും അരിഭക്ഷണമാണ് കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ അരിഭക്ഷണം എന്ന് പറയുന്നത് ഹൈ ലെവലിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. അതുപോലെ നമ്മൾ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കും, അതിൽ ഗ്ലൂക്കോസ് ഉണ്ട്. അതുപോലെ ഫ്രൂട്ട്സുകൾ ഇങ്ങനെയുള്ള, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ കഴിക്കും. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ്, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആവശ്യമുള്ള എനർജി നമുക്ക് ആവശ്യമുള്ള അന്നജത്തിനെ മാറ്റി വെച്ചിട്ട് ബാക്കി ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ആവും ബ്ലഡിൽ. അതുപോലെ മധുരടങ്ങിയ ഫുഡ്, മധുരടങ്ങിയ ഫ്രൂട്ട്സുകൾ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും, അത് ഗ്ലൂക്കോസായിട്ട് മാറും. അപ്പോൾ ഈ ശരീരത്തിന് ആവശ്യമുള്ള ഗ്ലൂക്കോസ് ഒരു പരിധി വരെ നമുക്ക് ശരീരത്തിന് ആവശ്യമുണ്ട്. പക്ഷേ ബാക്കി വരുന്നത് കൺട്രോൾ ചെയ്യാൻ കഴിയണം. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റാ സെൽ നമുക്ക് കാണാൻ പറ്റും. അതിലാണ് നമുക്ക് ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുന്നത്. ഈ ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഫാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ ഫാനിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് അതിൻ്റെ റെഗുലേറ്റർ അല്ലേ. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള, കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റമാണ് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഇൻസുലിൻ. സ്വാഭാവികമായിട്ട് നമ്മൾ ജീവിച്ച് കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസിൽ ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടാത്തൊരവസ്ഥയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്, ജീവിതശൈലി മാറുമ്പോൾ. ആ ഒരു അവസരത്തിൽ നമ്മൾ സംഭവിക്കുക എന്താ വെച്ചാൽ, ഈ ഇൻസുലിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാവും, സ്വാഭാവികമായിട്ട് നമുക്ക് എന്താവും, ശരീരത്തിൽ ക്ഷീണം, തളർച്ച, ഇങ്ങനെയുള്ള അനുബന്ധ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കും. ഡോക്ടർ കാണിച്ച് അവർ ചികിത്സ നോക്കിയിട്ട് അവർ പറയും ഡയബറ്റിക് ആണ്, നിങ്ങൾ മെഡിസിൻ കഴിക്കണം അല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലംസ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ ഡയബറ്റിക് ആ ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുക നമുക്ക് 2 രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്ന്, നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഇൻസുലിൻ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാമായിരുന്നു. പക്ഷേ ആ ഒരു സിസ്റ്റത്തിന് ശരീരത്തിന് പറ്റാത്തൊരു സമയം വന്നപ്പോൾ നമ്മൾ രോഗിയായിട്ട് മാറുകയാണ്. ഇവിടെ ഇനി നമ്മൾ 2 രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളത്, അത് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. ഷുഗർ കൂടുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് ഷുഗർ കുറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത്. ഷുഗർ കൂടുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ മധുരടങ്ങിയ ഭക്ഷണം, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ കൂടുതൽ കാർബോഹൈഡ്രേറ്റുള്ള അരി ഭക്ഷണങ്ങൾ, ഇതെല്ലാം കഴിക്കുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുന്ന ഭക്ഷണമാണ്, അത് നമ്മൾ കുറച്ച് കൊണ്ടുവരണം. അതുപോലെ ഷുഗർ കുറയുന്ന ഭക്ഷണം കഴിച്ചു കൊടുക്കണം. ഷുഗർ എന്ന് പറഞ്ഞാൽ മധുരമാണ് അല്ലേ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ, പ്രതിരോധിക്കാൻ കയ്പിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. കയ്പുള്ള ഫുഡ് കഴിച്ചു കൊടുക്കുക എന്നുള്ള. അപ്പോൾ കയ്പുള്ള ഫുഡ് കഴിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യം, കാരണം വിപരീതം കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയില്ല, ആണിന് വിപരീതം പെണ്ണാണ് അല്ലെ, പകലിന് രാത്രിയാണ്, വെള്ളത്തിന് തീയാണ്. ഇതുപോലെ വിപരീത ദിശയിലുള്ള ഇതാണ് നമുക്ക് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കയ്പുള്ള ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കണ്ടിന്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചവർച്ചപ്പാണ്. അപ്പോൾ നമുക്കത് സ്ഥിരമായിട്ട് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഭക്ഷണത്തിലൂടെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം വേണ്ടില്ല. ഭക്ഷണം, ഷുഗർ കൂടുന്ന ഭക്ഷണം കുറച്ച് ഷുഗർ കുറയുന്ന ഭക്ഷണം കഴിച്ചു കൊടുക്കുന്ന രീതി നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ നേരം ചെയ്യും നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള മെഡിസിനിലൂടെ കൺട്രോൾ ചെയ്യുന്നതിലേക്ക് പോകും. അങ്ങനെ മെഡിസിനിലൂടെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മുടെ ശരീരത്തിൽ ഒരു പൊട്ട് ഗുളികയിൽ സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് അത് ഒരു ഗുളികയിലേക്ക് എത്തും, അത് 2 ആവും, 3 ആവും, 4 ആവും. ഇങ്ങനെ മെഡിസിൻ്റെ അളവ് കൂടും, അതിന് കൂടെ ഇൻസുലിനിലേക്ക് എത്തും. ഒരു 4, 5, 6 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ രീതിയിലേക്ക് എത്തും. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മെഡിസിനെ കൊണ്ട് നമുക്ക് ആശ്വാസം കിട്ടും, കഴിക്കുന്ന സമയത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, കൺട്രോളിങ്ങോ, കാരണം അത് നിർമ്മിതിയാണ്, സിന്തറ്റിക് ആണ്. പക്ഷേ അതുകൊണ്ട് ആഫ്റ്റർ സൈഡ് എഫക്റ്റും വരും, കാരണം അതിലെന്തുണ്ട്, കെമിക്കൽ സൈഡാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മെഡിസിനെ കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സംഭവിക്കുന്നത്, മെഡിസിൻ ആഫ്റ്റർ സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കും, കാഴ്ചശക്തി കുറയുന്നുണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ ബ്രെയിനെ ബാധിക്കും, നമുക്ക് ടോട്ടൽ ബോഡി നല്ല ക്ഷീണം ഉണ്ടാവും. മൂന്നാമത് നമുക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും, ചെറിയ ഉണരും മുറിവൊക്കെ വന്ന പൈക്കും, തരിപ്പ്, കടച്ചിൽ, വേദന പോലത്തെ പ്രശ്നങ്ങൾ വരും. നാലാമത് നമ്മൾ ദാമ്പത്യ ജീവിതം നഷ്ടപ്പെടും, കുട്ടികളൊക്കെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും, ഹോർമോൺ ഇൻബാലൻസ് പോലത്തെ പ്രോബ്ലംസ് ഒക്കെ വരും. അഞ്ചാമത് നമുക്ക് കിഡ്നിയെ ബാധിക്കും. കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡയാലിസിസ് പേഷ്യൻ്റ് ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഒരു നിത്യരോഗിയായിട്ട് മാറുന്നുണ്ട്. ഇതൊക്കെ ഷുഗർ കൊണ്ടുവരുന്ന അനുബന്ധ പ്രശ്നങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണമെങ്കിൽ നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങി ജീവിക്കുക എന്നുള്ള. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഇങ്ങനെ നമ്മൾ മെഡിസിൻ കഴിച്ച് ജീവിച്ച് പോകുമ്പോൾ ഇതുപോലുള്ള ആഫ്റ്റർ സൈഡ് എഫക്റ്റ് വന്ന് നമ്മുടെ ശരീരം ഉണ്ടാകുന്നുണ്ടാവും, വലിയ രീതിയിൽ മേജർ ഹെൽത്ത് പ്രോബ്ലത്തിലേക്ക് എത്തുന്നുണ്ടാവും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മെഡിസിനെ കൊണ്ട് കൺട്രോൾ ചെയ്യുന്നതിനെക്കാട്ടും ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഭക്ഷണത്തിലൂടെ കൺട്രോൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഈ സമയത്താണ് നമുക്ക് എങ്ങനെയാണ് ഭക്ഷണത്തിലൂടെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഭക്ഷണത്തിലൂടെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഐക്കോഫി അറിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്. അതൊരു ഹെൽത്ത് സപ്ലിമെൻറ്റ് പ്രൊഡക്റ്റാണ്, ഒരിക്കലും അത് മെഡിസിൻ കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റ് അല്ല. മെഡിസിന് ഡോക്ടർമാർക്ക് മാത്രമേ എഴുതി തരാനും അതുപോലെ മെഡിക്കൽ ഷോപ്പിൽ പോയി മാത്രമേ നമുക്ക് വാങ്ങാനും സാധിക്കൂ. പക്ഷേ ഭക്ഷണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എവിടെ നിന്നും വാങ്ങി കഴിക്കാനുള്ള അവകാശം ഓരോ വ്യക്തികൾക്കും ഉണ്ട് അല്ലേ. അത് നല്ല ഭക്ഷണമാണെങ്കിൽ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും, അതല്ല അതിൻ്റെ കൂടെ കെമിക്കൽ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണമാണെങ്കിൽ അതുപോലെ നമുക്ക് സൈഡ് എഫക്റ്റ് വരുന്നുണ്ട്. ഇവിടെ 100% നാച്ചുറലും 0% സൈഡ് എഫക്റ്റ്, പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, 100% നാച്ചുറൽ ആയതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ക്ലിനിക്കലി പ്രൂവൺ
പ്രൂവൺ ആയിട്ട് ശാസ്ത്രീയമായിട്ട് പഠനങ്ങളിലൂടെ 72 ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹെൽത്ത് സപ്ലിമെന്റ് പ്രൊഡക്റ്റ് ആണ് നമ്മളെ ഐക്കോഫി എന്ന പ്രൊഡക്റ്റ്. കാരണം അത് ഹെൽത്ത് ആൻഡ് വെൽനസ് കാറ്റഗറിയിൽ വരുന്ന ഹെൽത്ത് സപ്ലിമെന്റ് ആണ്. ഭക്ഷണമാണ്, ഒരിക്കലും എന്തല്ല മരുന്നല്ല. ഭക്ഷണം ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം കിട്ടും. കാരണം ഇന്ന് ഡയബറ്റിക് എന്ന് പറഞ്ഞ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ആഫ്റ്റർ സൈഡ് എഫക്റ്റ്, കണ്ണിൻ്റെ കാഴ്ച, അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ ദാമ്പത്യ പ്രോബ്ലംസ്, അതുപോലെ തന്നെ നമ്മൾ ക്ഷീണം, അതുപോലെ കിഡ്നി ഡാമേജ്, അതുപോലെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ടോട്ടൽ ബോഡിയിൽ വരുന്ന പെയിന്, അതുപോലെ മുറിവെക്കുന്ന പൈക്കുന്ന പ്രോബ്ലം, ഇതിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ 100% മോചനം തരാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ ഐക്കോഫിയുടെ പ്രൊഡക്റ്റ്. കാരണം ഐക്കോഫിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് ഏകനായകമാണ്. ഏകനായകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോയ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകളെ പുനർജീവിപ്പിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരത്തെ എത്തിക്കും. രണ്ടാമത്തേത് അതിൽ കോഫി ബീൻ അടങ്ങിയിട്ടുണ്ട്. കോഫി ബീൻ നമ്മൾ ഹൈ കോൺസെൻട്രേഷൻ ലെവൽ നമുക്ക് എനർജി നിലനിർത്തുന്നുണ്ടാവും. അതുപോലെ തന്നെ അതിൽ നായ്ക്കണ പരിപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നായ്ക്കണ പരിപ്പിൻ്റെ ഗുണം എന്താണെന്ന് പറയാം, നമ്മുടെ ശരീരത്തെ ടോട്ടൽ ബോഡിയിൽ നമ്മളെ ഉത്തേജിപ്പിക്കും, നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിച്ച് നമ്മുടെ ദാമ്പത്യ പ്രോബ്ലംസ് പോലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നുണ്ടാവും. അതുപോലെ ഉലുവ, വേങ്ങ, ഇതും അതിലടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ ടോട്ടൽ ബോഡിയിലേക്ക് എത്തിച്ച് നമ്മളെ HD കൗണ്ട് എത്രയാണോ അതിലേക്ക് നമ്മൾ ബ്ലഡിനെ എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ ഈ ഹെർബൽ ആയിട്ടുള്ള നമ്മളെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു കോഫിയാണ് നമ്മൾ ഈ കോഫി. ഈ കോഫി കഴിക്കുമ്പോൾ ഡയബറ്റിക് കൊണ്ട് വന്നിട്ടുള്ള എല്ലാ അനുബന്ധ പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ മോചിപ്പിക്കും. അത് മാത്രമല്ല നമ്മുടെ ഷുഗറിൻ്റെ അളവ് ക്രമാതീതമായിട്ട് ചെറിയ രീതിയിൽ കുറഞ്ഞ് വന്ന് ഒറ്റയടിക്ക് കുറയില്ല. മെഡിസിൻ കഴിക്കുന്ന മാതിരി സ്പോട്ടിലല്ല റിസൾട്ട്. മെഡിസിന് ആശ്വാസമാണ് കിട്ടുക, പക്ഷേ നാച്ചുറൽ പ്രൊഡക്റ്റുകൾക്ക് പരിഹാരമാണ് കിട്ടുക. കാരണം പ്രകൃതി നാച്ചുറലാണ്, ശരീരം നാച്ചുറലാണ്. ശരീരത്തിന് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നാച്ചുറലായിട്ട് പരിഹരിക്കണമെങ്കിൽ നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. ശരീരത്തിന് വേണ്ടിയ വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, സിങ്ക് പോലത്തെ മൂലകങ്ങളാണ് ശരീരത്തിന് ആവശ്യം. അതെല്ലാം ഭൂമിയിലാണ് ഉള്ളത്. ഭൂമിയിൽ നിന്ന് തയ്ച്ചു വളരുന്ന ചെടിയുടെ ഇലയിലും കായലും തണ്ടിലും വേരിലാണുള്ളത്. അത് കഴിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനുള്ള ഗുണങ്ങളും കാര്യങ്ങളും കിട്ടുള്ളൂ. ഇവിടെയാണ് ഈ ഐക്കോഫി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള ആഫ്റ്റർ സൈഡ് എഫക്റ്റിൽ നിന്ന് നമ്മുടെ ശരീരത്തെ 100% മോചനം കിട്ടും. അത് മാത്രമല്ല അതിൻ്റെ കൂടെ നമുക്ക് ഡയബറ്റിക്കിൻ്റെ അളവ് ക്രമാതീതമായിട്ട് ചെറിയ രീതിയിൽ കുറഞ്ഞ് വരും. നമ്മൾ ഒരു പൊട്ട് ഗുളികയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് 1, 2, 3, 4, 5, 6 ഇൻസുലിനിലേക്ക് എത്തുന്നത് ഇവിടെ ഐക്കോഫി രാവിലെയും വൈകിട്ടും ഒരേ പാക്കറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ HbA1c ലെവൽ ഹൈ, 3 മാസം കൂടുമ്പോൾ ഷുഗറിന് ഹൈ ആൻഡ് നോർമൽ ആൻഡ് ലോ ലെവലുള്ള ഷുഗറിൻ്റെ അളവ് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ട് നമ്മൾ ഡയബറ്റിക്കിൻ്റെ അളവ് പതിയെ കുറഞ്ഞു വരും. നോർമലിലേക്ക് എത്തുന്നതോടുകൂടി ഒരു ദിവസം 2 പാക്കറ്റ് കോഫി കഴിച്ചാൽ നമുക്ക് ഒരു പാക്കറ്റ് ആക്കി ചുരുക്കാം. പിന്നീട് 2 ദിവസം കൂടുമ്പോൾ ഒരു പാക്കറ്റായിട്ട് നമുക്ക് കഴിക്കാം. പിന്നീട് കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ നമുക്ക് വീക്കിലി ഒരു പാക്കറ്റായിട്ട് നമുക്ക് അളവ് കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് ഒരു 5, 6 മാസം കൂടുമ്പോൾ നമുക്ക് ഈ ഇടയ്ക്ക് കുറച്ച് പാക്കറ്റ് കോഫി കഴിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, നമ്മളെ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ മുന്നേ എങ്ങനെയായിരുന്നു ആ ഒരു ആരോഗ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഐക്കോഫി പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്. ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ എല്ലാ കാലാവസ്ഥയിലുള്ളവരും ഏത് സമപ്രായക്കാരും കൊണ്ടിരിക്കുന്ന ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകളിലേക്ക് അനുഗ്രഹം തറിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഐക്കോഫി പ്രൊഡക്റ്റ്. ഇതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ചുരുങ്ങിയ രീതിയിലുള്ള വിവരണം. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ വരില്ല. കാരണം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണമാണ്, ഒരിക്കലും മെഡിസിൻ അല്ല, മെഡിസിൻ കാറ്റഗറി വരുന്ന പ്രൊഡക്റ്റും അല്ല. അസുഖം ഉള്ളവർക്കും കഴിക്കാം, ഇല്ലാത്തവർക്കും കഴിക്കാം. ഇപ്പോൾ ഡയബറ്റിക് വരാതെ നമ്മൾ ആരോഗ്യത്തെ നിലനിർത്താൻ താല്പര്യമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടാവും. അവർക്ക് ഡയബറ്റിക് വരാതെ സൂക്ഷിക്കുക. ഇനി ഡയബറ്റിക് എന്ന് പറഞ്ഞ പ്രോബ്ലംസ് വന്ന ആളുകൾക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്താനും പറ്റും. കാരണം ഭക്ഷണ പദാർത്ഥമാണ്, ഒരിക്കലും മെഡിസിൻ അല്ല, നോട്ട് എ മെഡിസിൻ. അത് വീണ്ടും ഞാൻ പറയുകയാണ്. ഓക്കെ, താങ്ക് യു. കേട്ടുമടുത്തിട്ടുള്ള സാധാരണ പ്രശ്നം തന്നെ എൻ്റേത്. പക്ഷേ ഒരു നോർമൽ ആൾക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം